അള്ളാഹുവിനെ സംബന്ധിച്ച് ദുന്യാവിന്റെ കാര്യത്തിലും ആഖിറത്തിന്റെ കാര്യത്തിലും നല്ലൊരു വിചാരം, ആ വിചാരത്തോടു കൂടി മാത്രമേ നിങ്ങൾ മരണപ്പെട്ടു പോകാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണ്. അതിന് അള്ളാഹുവിന്റെ കൽപ്പനകളും പദ്ധതികളും നാം ജീവിതത്തിൽ കൊണ്ടുവന്നതിന് വിധേയനായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. അല്ലാഹു തആല നമ്മളിൽ നിശ്ചയിച്ച ഖദർ കൊണ്ട് നമ്മൾ സംതൃപ്തി അടയണം. അവരിൽ നിന്ന് നന്മ മാത്രം നമ്മൾ പ്രതീക്ഷിക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക്, ഖൈറു കുല്ലുഹു ഫിർറിള, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകുന്നത് അവനിക്ക് അല്ലാഹു തആല വിധിച്ചു കൊടുത്ത കാര്യത്തിൽ സംതൃപ്തി അടയുന്നതോടെ കൂടെയാണ്. അയാൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ഓനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്ക് കിട്ടിയിട്ടില്ല, അവനിക്കുണ്ടല്ലോ, എനിക്കില്ല, ഈ ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ട്. അവൻ്റെ അടുക്കൽ എത്രയാണുള്ളത്, അതെനിക്കില്ലല്ലോ. അവനേക്കാൾ വിദ്യാഭ്യാസം എനിക്കുണ്ട്, അവനേക്കാൾ ഉയർന്ന കോഴ്സാണ് എനിക്കുള്ളത്, പക്ഷേ അവൻ വാങ്ങുന്ന അത്ര സാലറി എനിക്ക് വാങ്ങാൻ കഴിയുന്നില്ല. ഈ ഒരു ചിന്തയുണ്ടാകരുത്. അള്ളാഹു എന്താണോ നമുക്ക് നൽകിയത്, നമ്മളടുക്കൽ എന്തുണ്ടെങ്കിലും അത് നമ്മൾ യുക്തി കൊണ്ടോ അല്ലെങ്കിൽ കൗശലം കൊണ്ടോ നേടിയെടുത്തതല്ല, എല്ലാം പടച്ച തമ്പുരാൻ നൽകിയതാണ്. നമ്മുടെ ജീവിതത്തിന്റെ പഴയ താളുകളിൽ നമ്മളൊന്ന് മറച്ചു നോക്കണം. നമ്മളിപ്പോൾ എത്രയോ ഉയർന്നു നിൽക്കുകയാണ്. ആ ഉയർച്ചയിൽ എത്തിച്ചത് പടച്ചവനാണ്. ആ ഒരു ചിന്തയും ബോധവും നമുക്ക് എപ്പോഴും വേണം. അല്ലാഹു തആല നമ്മളെ കൈവിടില്ല എന്നുള്ളൊരു ആലോചനയും ഒരു വിശ്വാസവും നമുക്കുണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ അസാബക ലം യകുൻ ലിയഖ്തഅക വഅന്നമാ അഖ്തഅക ലം യകുൻ ലിയുസീബക. നിനക്ക് വിധിച്ചത് നിനക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് വേറെ ആരും കൊണ്ടുപോയി കളയല. എനിക്ക് അല്ലാഹു തആല ഒരു കാര്യം വിധിച്ചു, അത് നിങ്ങൾക്കാർക്കും എന്ത് യുക്തി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും അത് തട്ടിയെടുക്കാൻ നിങ്ങൾക്കാർക്കും കഴിയില്ല. മറിച്ച് എന്നിൽ നിന്ന് എന്തെങ്കിലും അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്ത് കളി കളിച്ചാലും അത് എനിക്ക് ലഭിക്കുകയില്ല, കാരണം അത് എനിക്കുള്ളതല്ല എന്ന്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇൻ സ്വബർത ജറാ അലൈക്കൽ ഖദ്റു വഅൻത മഅജൂറുൻ. നിനക്ക് അല്ലാഹുവിന്റെ ഖദ്ർ നിനക്ക് അനുകൂലമല്ലാത്ത രൂപത്തിലാണ്, നിനക്ക് അല്പം പ്രയാസമുണ്ടാകുന്ന രൂപത്തിലാണ് നിനക്കതുണ്ടായത്. അതിൽ നീ ക്ഷമിച്ചാൽ കൂലിയുണ്ട്. ഇനി നീ അത് ക്ഷമിക്കുന്നില്ല, അതിന്റെ പേരിൽ നീ വെപ്രാളമുണ്ടാക്കുകയാണ് എങ്കിൽ വഅൻത മഅ്സൂറുൻ, നീ കുറ്റക്കാരനാണ്. അതുകൊണ്ട് ക്ഷമിച്ചാൽ പ്രതിഫലം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബൽ ലി അംരിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെയാണ്. നല്ല കാര്യം ഉണ്ടായാൽ, അനുകൂലമായ കാര്യം ഉണ്ടായാൽ അയാള് ആ വിശ്വാസി അള്ളാഹുവിന് ശുക്ർ ചെയ്യും. ഇനി അയാൾക്ക് അനുകൂലമല്ല കാര്യങ്ങൾ ഉണ്ടായത്, അത് ക്ഷമിക്കും. രണ്ടും പരലോകത്ത് അവനിക്ക് നന്മയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരമുണ്ടാവുക. അതൊരു പ്രതികൂലമാണെങ്കിൽ അത് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം, അനുകൂലമാണെങ്കിൽ അത് നന്ദി പ്രകടിപ്പിക്കാനും കഴിയണം.